All of you, good morning. Welcome to our accountancy class. In the previous class, we discussed about preparation of statement of affairs and statement of profit and loss. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അതേപോലെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അവർ ന്യൂ ചാപ്റ്റർ computerized accounting system. Computerized accounting system. What is accounting? Accounting is an information system which records financial transactions of a business, process the same and provide meaningful reports for its users. എന്തായിരുന്നു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് നടക്കുന്ന മുഴുവൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയും ആ രേഖപ്പെടുത്തിയ ബിസിനസ് ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്യുകയും പ്രോസസ് ചെയ്തിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് വിവിധ യൂസേഴ്സിന്, അതായത് അക്കൗണ്ടിങ് യൂസേഴ്സ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അക്കൗണ്ടിങ് യൂസേഴ്സ്. അക്കൗണ്ടിങ് യൂസേഴ്സിന് വിവിധ തരം റിപ്പോർട്ടുകളാക്കി തയ്യാറാക്കുന്ന ഇൻഫോർമേഷൻ സിസ്റ്റമാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് വിവിധ ഡേ ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു, അതായത് ജേണൽ, ലെഡ്ജർ. ദെൻ ലെഡ്ജറിലെ ബാലൻസ് ഉപയോഗിച്ചിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ദെൻ ട്രയൽ ബാലൻസിലെ എമൗണ്ട്സ് വെച്ചിട്ട് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെയാണ് അക്കൗണ്ടിങ് സിസ്റ്റം ചെയ്യുന്നത്. ഇനി ഇതിനെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതിനെ അതായത് കമ്പ്യൂട്ടറും അതിൻ്റെ വിവിധ സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതിനെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് and generating reports with the help of computers and software. ബിസിനസ്സിൻ്റെ മുഴുവൻ ട്രാൻസാക്ഷൻസും കമ്പ്യൂട്ടറും അതിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് മാനുവൽ അക്കൗണ്ടിങ്. ഡിഫറൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ കോളം വരച്ചിട്ട് എഴുതുക. ഫസ്റ്റ് കോളം പോയിൻ്റ് ഓഫ് ഡിഫറൻസസ്, സെക്കൻഡ് കോളം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, തേർഡ് കോളം മാനുവൽ അക്കൗണ്ടിങ്. പോയിൻ്റ് ഓഫ് ഡിഫറൻസ്, ഫസ്റ്റ് വൺ അവൈലബിലിറ്റി ഓഫ് റിസൾട്ട്സ്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ്, ഫിനാൻഷ്യൽ പൊസിഷൻ, ബഡ്ജറ്റ് പൊസിഷൻ etc. can be ascertained at any point of time with easy. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഓപ്പറേറ്റിംഗ് റിസൾട്ടും അതുപോലെ ഫിനാൻഷ്യൽ റിസൾട്ടും എത്ര ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇൻ മാനുവൽ അക്കൗണ്ടിങ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ സച്ച് റിസൾട്ട്. എന്നാൽ മാനുവൽ അക്കൗണ്ടിങ്ങിൽ റിസൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. സെക്കൻഡ് പോയിൻ്റ് ഓഫ് ഡിഫറൻസിൽ സ്പീഡ് ആൻഡ് ആക്യുറസി. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മാസ് ഡേറ്റ ക്യാൻ ബി ഈസിലി പ്രോസസ്ഡ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് ആക്യുറസി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ മാസ് ഡേറ്റ, അതായത് ഒരുപാട് ഡേറ്റകൾ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് അക്യുറസി. സ്റ്റേറ്റ്മെൻറ്റ്സ് ഹൈ സ്പീഡിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയും. എന്നാൽ ഇൻ മാനുവൽ അക്കൗണ്ടിങ്
consumes a lot of time to obtain such statements and reports. എന്നാൽ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഇത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. കൺസ്യൂംസ് എ ലോട്ട് ഓഫ് ടൈം ടു ഒബ്റ്റെയിൻ സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിസൾട്ട്. ഇതുപോലെ റിസൾട്ടൊക്കെ കിട്ടാൻ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് മാനുവൽ അക്കൗണ്ടിങ്. ദെൻ പോയിന്റ് ഓഫ് ഡിഫറൻസിൽ തേർഡ് വൺ, കോഡിംഗ്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കോഡിംഗ് ഈസ് എസെൻഷ്യൽ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ കോഡിംഗ് എസെൻഷ്യൽ ആണ്. എന്നാൽ ഇൻ മാനുവൽ അക്കൗണ്ടിങ് കോഡിംഗ് ഈസ് നോട്ട് എസെൻഷ്യൽ. കോഡിംഗ് നോട്ട് എസെൻഷ്യൽ. കോഡിംഗ് എന്നുള്ളത് നിർബന്ധമില്ല മാനുവൽ അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ്, ഫോർത്ത് വൺ, സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ ഓഫ് ഡാറ്റ. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് volume of accounting data can be stored in a very small space and can be retrieved very easily. എത്ര വലിയ ഡാറ്റ ആണെങ്കിലും ഒരു സ്മോൾ സ്പേസിൽ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈസി ആയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാനും പറ്റും. ഏതിൽ? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ. സ്മോൾ സ്പേസ് ആൻഡ് ഈസിലി റിട്രൈവൽ. In manual accounting, a large number of books are required for storage and requires tedious references. എന്നാൽ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഒരുപാട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണം. ഇത്രയും ഡാറ്റാസ് റെക്കോർഡ് ചെയ്ത് വയ്ക്കാൻ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഒരുപാട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആവശ്യമാണ്. നെക്സ്റ്റ്, ഫിഫ്ത്ത് പോയിന്റ്, account specification. In computerized accounting, at the time of entry, accounts such as assets, expenses, incomes, etc. are to be specified. Computerized accounting അസറ്റും എക്സ്പെൻസും ഇൻകംസും എല്ലാം സ്പെസിഫൈ ചെയ്യണം. എന്നാൽ മാനുവൽ അക്കൗണ്ടിങ് നോട്ട് സ്പെസിഫൈഡ്. നെക്സ്റ്റ്, ക്ലോസിംഗ് എൻട്രീസ്. നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ്, ക്ലോസിംഗ് എൻട്രീസ്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ക്ലോസിംഗ് എൻട്രീസ് ആർ നോട്ട് നെസസറി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ക്ലോസിംഗ് എൻട്രീസ് നിർബന്ധമല്ല. എന്നാൽ ഇൻ മാനുവൽ അക്കൗണ്ടിങ് ക്ലോസിംഗ് എൻട്രീസ് ആർ നെസസറി. ക്ലോസിംഗ് എൻട്രീസ് മാനുവൽ അക്കൗണ്ടിങ്ങിൽ നിർബന്ധമാണ്. നെക്സ്റ്റ് പോയിന്റ്, ചാൻസ് ഓഫ് എറേഴ്സ്. സെവൻത്ത് പോയിന്റ്, ചാൻസ് ഓഫ് എറേഴ്സ്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആർ ലെസ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. പോസിബിലിറ്റി ഓഫ് എറേഴ്സ് കുറവാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അതായത് എറേഴ്സിനുള്ള സാധ്യത കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ കുറവാണ്. എന്നാൽ ഇൻ മാനുവൽ അക്കൗണ്ടിങ് പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആർ മോർ ഇൻ മാനുവൽ അക്കൗണ്ടിങ്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ പോസിബിലിറ്റി ഓഫ് എറേഴ്സ് കൂടുതലാണ്. തെറ്റുകൾക്കുള്ള സാധ്യത മാനുവൽ അക്കൗണ്ടിങ്ങിൽ കൂടുതലാണ്. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. I conclude my class. In this class, we discussed about what is computerized accounting and what is manual accounting. Then we discussed what are the difference between manual accounting and computerized accounting.